നിങ്ങൾ ഇതുവരെ എടുത്ത ഒരു ലോട്ടറിയും വിൻ ചെയ്തിട്ടില്ലേ? അപ്പോ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ലോട്ടറി വിൻ ചെയ്യേണ്ടത് എന്നതിന്റെ സീക്രട്ട് കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ മുഴുവനായിട്ട് കാണാം. ഹായ്, എൻ്റെ പേര് നിഷ, ലൈഫ് കോച്ച്. ലോട്ടറി എടുത്തിട്ട് നിങ്ങൾ ചില ആൾക്കാരൊക്കെ പറയുന്നത് ആ ലോട്ടറി എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് ലോട്ടറി അടിക്കൂല, ഞാൻ വെറുതെ എടുക്കുന്നതാണ്, ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് എന്നിട്ട് അത് എടുക്കുന്ന സമയം തന്നെ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കോട് ഞാനൊരു സത്യം പറയാം. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചിന്ത കൊണ്ടാണ് നിങ്ങൾ ലോട്ടറി എടുക്കുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ആ ലോട്ടറി അടിക്കൂല. ഇന്ന് ഞാൻ ലോ ഓഫ് അട്രാക്ഷനും അതുപോലെ മൈൻഡ് പവറും ഉപയോഗിച്ച് എങ്ങനെ ലോട്ടറി വിൻ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടായി പറയുന്നത് ആരും സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ലോട്ടറി എടുക്കുന്ന സമയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ആ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ ആ എടുക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഇപ്പം പറഞ്ഞതുപോലെ ചെയ്യില്ല, എനിക്ക് ഭാഗ്യമില്ല, പിന്നെ എനിക്കിത് അടിക്കൊന്നുമില്ല, ഞാനൊന്ന് വെറുതെ എടുക്കുന്നതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ആ നെഗറ്റീവ് ചിന്തയോടെയാണ് നിങ്ങൾ ഈ ലോട്ടറി എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ആ ലോട്ടറി അടിക്കൂല. ഞാൻ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ വിശ്വസിക്കുക അല്ലെ, എന്താണോ ചിന്തിക്കുക അത് തന്നെയാണ് നമ്മൾ നടക്കുള്ളൂ. നിങ്ങൾ ലോട്ടറി എടുക്കുമ്പോൾ തന്നെ അടിക്കൂല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ലോട്ടറി അടിക്കൂല. അപ്പൊ നിങ്ങൾ ആ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. എടുക്കുന്ന സമയം നമ്മൾ എത്രയും പോസിറ്റീവ് ചിന്തയോടുകൂടി നമ്മളെ മൈൻഡ് പോസിറ്റീവ് മൈൻഡ് എടുത്ത് അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമ്മളെ എനർജി ഹൈ ലെവലാക്കിയ ശേഷം നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കാം. ചിലർ ലോട്ടറി അടിക്കുന്നത് ഭാഗ്യമാണെന്ന് പറയുന്നുണ്ട് അല്ലെ. അതെ, ഭാഗ്യം തന്നെയാണ്. പക്ഷെ ആ ഭാഗ്യത്തിന്റെ കൂടെ നമുക്ക് ഒന്നുകൂടി ഉണ്ട് അല്ലെ, നമ്മളെ എനർജി അല്ലെ, എനർജിയും കൂടി ഭാഗ്യത്തിന്റെ കൂടെ എനർജിയും കൂടി നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്നുള്ള പോസിറ്റീവ് ആ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോട്ടറി വിൻ ചെയ്യാൻ പറ്റുള്ളൂ. ചിലർക്ക് സ്ഥിരമായി ലോട്ടറി അടിക്കുന്നതാണ് അല്ലെ. ചിലർക്ക് സ്ഥിരമായിട്ട് ലോട്ടറി അടിക്കണം, ഇന്നടിച്ച് അല്ലെങ്കിൽ നാളെ അടിക്കും, പിന്നെ ആദ്യം 2 ദിവസം കഴിഞ്ഞാൽ ആദ്യം അടിക്കുന്നത് കാണാം. ഇങ്ങനെ അടിച്ചാൽ തന്നെ നമുക്ക് ഓരോ ആൾക്കാരെ നമ്മൾ കാണില്ല അടിച്ചവർക്ക് തന്നെ അടിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് അവർക്ക് അബണ്ടൻസിന്റെ എനർജി ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഈ ലോട്ടറി വിൻ ചെയ്യാൻ പറ്റുന്നത്. ഈ ലോട്ടറി വിൻ ചെയ്യാൻ ആ സമയത്തുണ്ടെങ്കിൽ അത് നിലനിൽക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് എനർജി ഉള്ളതായിരിക്കും മാത്രമേ നമ്മൾ ആ വിൻ ചെയ്ത് കഴിഞ്ഞാൽ പൈസ നിലനിൽക്കും. ഇല്ല നമ്മൾ ചേർന്നില്ലേ 1 കോടി അടിച്ചവരും എല്ലാം നമുക്ക് അടിച്ചു കഴിഞ്ഞ് ആ ഒരു സമയമുള്ളൂ, പിന്നെ നമ്മൾ ആദ്യത്തെ അവസ്ഥയിലേക്ക് തന്നെ വരുന്നത് കാണാം അല്ലെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമ്മളെ ആ ടൈമിൽ മാത്രമായിരിക്കും ആ പോസിറ്റീവ് എനർജി ഉള്ളത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് പിന്നെ നമ്മൾ നെഗറ്റീവ് ചിന്തയോട് കൂടിയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ആ ലോട്ടറി അടിച്ച പൈസ നമ്മൾ നിലനിൽക്കൂല. അത് എങ്ങനെയെങ്കിലും ആയിരുന്നു അത് ചെലവായി പോകും. അപ്പൊ നമുക്ക് അടിച്ച ഭാഗ്യം എന്നും നിലനിൽക്കണമെങ്കിൽ അല്ലെ, അപ്പൊ നമ്മളെ എപ്പോഴും എന്താ വേണ്ടത്, നല്ല പോസിറ്റീവ് മൈൻഡുള്ള ഒരാളായി മാറണം. എപ്പോഴും നമ്മൾ പോസിറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ് വേണം നമ്മളിൽ. അതുപോലെ പോസിറ്റീവ് ചിന്ത ആ എടുക്കുന്ന ടൈം ഞാൻ അതാ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോ പിന്നെ എടുക്കുന്ന ടൈമിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണണം. നമ്മൾ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക് ഉപയോഗിച്ച് എങ്ങനെ ലോട്ടറി വിൻ ചെയ്യാം എന്നുള്ളത് അല്ലെ, അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ നടക്കുക. അപ്പൊ ഒരു ലോട്ടറി എടുക്കുന്ന സമയം അപ്പൊ നിങ്ങൾ എന്ത് ചിന്തയോട് കൂടിയാണ് നിങ്ങൾ ലോട്ടറി എടുക്കേണ്ടത്, അത് നിങ്ങൾ എപ്പോഴും ആദ്യം നിങ്ങൾ പോസിറ്റീവ് എനർജി ഹൈ ആക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഈ ലോട്ടറി അടിച്ച് കഴിഞ്ഞതായിട്ട് നിങ്ങളത് കാണാം. ഈ ലോട്ടറി നിങ്ങൾക്കുള്ളതാണ് അല്ലെ. ഇത് ആ ഒരു വിശ്വാസം കൂടി നമുക്ക് വേണം. അല്ലാതെ നിങ്ങൾക്ക് ഡൗട്ട് അടിച്ച് ഇത് അടിക്കോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ലോട്ടറി അടിക്കൂല. അപ്പൊ നിങ്ങൾ എന്താ വേണ്ടത്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 1 കോടി രൂപ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു വിചാരിക്കുക, നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്ത എന്തായിരിക്കും?
ആ ഒരു ചിന്ത എന്ന് വെച്ചാൽ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഒരു കാറ് വാങ്ങണം, അല്ലെങ്കിൽ വലിയ ബംഗ്ലാവ് വെക്കണം, പ്രോപ്പർട്ടി വാങ്ങണം, അല്ലെങ്കിൽ കടങ്ങൾ വീട്ടണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ ചവിട്ടി താഴ്ത്തിയവരുടെ മുന്നിൽ നമുക്കിങ്ങനെ ഷോ കളിക്കണം, അല്ലെ പൈസ ഇങ്ങനെ വെതറി ഷോ കളിക്കണം. അങ്ങനെയുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്ത. ദേഷ്യം, മറ്റുള്ളവരുള്ള വിദ്വേഷം, അല്ലെ? നമ്മൾ ഇത്ര നാളും നമ്മളെ കാണിച്ചവരെ മുന്നിൽ ഈ ലോട്ടറി അടിച്ചിട്ട് അങ്ങനെ നമ്മളിങ്ങനെ കിലുക്കത്തിൽ നമ്മളെ ഇന്നസെന്റ് കാണിക്കല്ലേ, ഇഞ്ഞ അതുപോലെ ആയിരിക്കും നിങ്ങളെ ലോട്ടറി അടിക്കുമ്പോഴുള്ള, അതായിരിക്കും നിങ്ങളുടെ ചിന്ത. ലോട്ടറി നിങ്ങൾ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്കിത് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഈ ഒരു ചിന്തയാണോ നിങ്ങൾക്കുള്ളത്? ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ദേഷ്യവും ദ്വേഷവും, അതായത് ആ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ലോട്ടറി വിൻ ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നമ്മളെ ഉള്ളില് നമ്മൾ ആ ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു സമയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണെന്ന് പറയുന്നത്. ആ ടിക്കറ്റ് എടുക്കുന്ന സമയം, ആ എടുക്കുന്ന സമയം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മളുടെ എനർജി ഹൈ ആക്കി വെക്കണം. പോസിറ്റീവ് എനർജി, അല്ലെ? പോസിറ്റീവ് എനർജി നമ്മൾ ഹൈ ആക്കി വെക്കണം നമ്മൾ എപ്പോഴും. അതുപോലെ ഈ ലോട്ടറി ടിക്കറ്റ് എനിക്ക് അടിച്ചു കഴിഞ്ഞെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ ഇരിക്കണം. ഈ ലോട്ടറി ടിക്കറ്റ് എനിക്ക് ഇത് അടിച്ചു കഴിഞ്ഞോ എന്നില്ല ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ എപ്പോഴും ഇരിക്കണം. അല്ലാതെ ഒരു ഡൗട്ട് പോലും നമുക്ക് ഉണ്ടാവില്ല, ഇത് അടിക്കോ ഇല്ലയോ എന്നുള്ള ആ ഒരു ഡൗട്ട്, 1% ഡൗട്ട് പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിലാണ് മടിക്കാറ്. അപ്പൊ ഈ നമ്മൾ പോസിറ്റീവ് എനർജി ഹൈ ആക്കി വെച്ചോ നമ്മൾക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിലും നമ്മൾക്ക് ആ ലോട്ടറി വിൻ ചെയ്യാൻ പറ്റും. അതായത് 100% നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. അതായത് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, അല്ലെ, അത് നടക്കും. അതാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ലോട്ടറി എടുക്കുന്നതിന് മുമ്പ് ആ ഒരു ടൈം നമ്മൾ എനർജി ഹൈ ആക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ അതിലുള്ള വിശ്വാസം എടുക്കുക. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, എന്നും നമുക്ക് നമ്മളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം എപ്പോഴും. പിന്നെ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് അത് നിലനിൽക്കണമെങ്കിൽ, അല്ലെ, പിന്നെയും പിന്നെ അത് നിലനിൽക്കണമെങ്കിൽ നമ്മളെ ഉള്ളിൽ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. മറ്റുള്ളവരുടെ പക, വിദ്വേഷം ഇതൊന്നും ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കാൻ പാടില്ല ആരോടും. നമ്മളെപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ നമ്മൾ ആ അടിച്ച പൈസ നമ്മളിൽ എന്നും നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ ലോട്ടറി എടുക്കാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലോട്ടറി വിൻ ചെയ്യാൻ പറ്റും. ഇനി ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ലോട്ടറി എടുത്ത് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കമന്റിൽ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ നല്ല കമന്റ് ഇടുക, ലൈക്ക് ചെയ്യുക.